ഇനി നോക്കാം കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ശീതകാല വിളകളുടെ താങ്ങുവില 10% വരെ വർദ്ധിച്ചു. 5 വർഷത്തേക്ക് 11,440 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. പയർവർഗത്തിലെ ആത്മനിർഭരത ദൗത്യത്തിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഗോതമ്പ്, കടല, കടുക്, മസൂർ പരിപ്പ് തുടങ്ങിയ റാബി വിളകളുടെ അടിസ്ഥാന താങ്ങുവിലയിൽ 4 മുതൽ 10% വർധനവാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷകർക്ക് ആദായകരമായ വില ഉറപ്പാക്കുകയും വിളവൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ഉൽപാദനം നിലവിലെ 25 ദശലക്ഷം ടണ്ണിൽ നിന്ന് 35 ദശലക്ഷം ടണ്ണായി ഉയർത്തുന്നതിനായി 5 വർഷത്തേക്ക് 11,440 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. റാബി സീസണിൽ നിന്ന് 171.14 മില്യൺ ടൺ ഭക്ഷ്യധാന്യ ഉൽപാദനമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. അതിൽ 119 ടൺ ഗോതമ്പും 11.8 മില്യൺ ടൺ കടലയും 1.9 മെട്രിക് ടൺ മസൂറും ഉൾപ്പെടുന്നു. കടുകുവിളയുടെ ഉൽപാദനത്തിന് 13.9 മില്യൺ ടണ്ണാണ് ലക്ഷ്യമിടുന്നത്. കാർഷിക ചെലവുകൾക്കും വിലകൾക്കുമുള്ള കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ പുതിയ വിലകൾ അംഗീകരിച്ചതെന്നും കേന്ദ്രം വ്യക്തമാക്കി. റാബി വിളകളുടെ മൊത്തം സംഭരണം 84,263 കോടി രൂപയിൽ 29.7 ദശലക്ഷം ടൺ ആയിരിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ കർഷകരുടെ എണ്ണം വർദ്ധിക്കുന്നു. മാസവരുമാനവും വിളവരുമാനവും മെച്ചപ്പെട്ടത് ശുഭസൂചന. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ. കൃഷിയിലും അനുബന്ധ പ്രവൃത്തികളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ലഭിക്കുകയും ഒരു കുടുംബാംഗമെങ്കിലും കാർഷിക അനുബന്ധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് സർവേ പറയുന്നത്. കർഷക കുടുംബങ്ങളുടെ ശരാശരി മാസവരുമാനം 28,984 രൂപയാണ്. കൃഷിച്ചെലവ് കിഴിച്ച് കൃഷിയിൽ നിന്നുള്ള അറ്റാദായം, കാർഷികേതര വരുമാനം എന്നിവ ചേർത്തുള്ള കണക്കാണിത്. 2023-24 കാലയളവിൽ കാർഷികോൽപാദനത്തിലൂടെ പ്രതിമാസം ശരാശരി 4,000 രൂപയെങ്കിലും വരുമാനം ലഭിക്കുകയും ചെയ്ത കുടുംബങ്ങളെയാണ് സർവേയിൽ കർഷക കുടുംബം എന്ന് നിർവചിച്ചിട്ടുള്ളത്. ഈ നിർവചനമനുസരിച്ച് 2018-19 കാലയളവിൽ സംസ്ഥാനത്ത് 14.67 ലക്ഷം കർഷക കുടുംബങ്ങളുണ്ടായിരുന്നു. എന്നാൽ 2023-24 ഇത് 19.47 ലക്ഷമായി വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് 5 വർഷത്തിനുള്ളിൽ 33% വർധനവാണുണ്ടായത്. കർഷക കുടുംബങ്ങളിൽ പകുതിയോളം പേരുടെ പ്രധാന വരുമാന മാർഗം കാർഷിക മേഖലയാണ്. വിളപരിപാലനം, മൃഗസംരക്ഷണം, കാർഷിക അനുബന്ധ പ്രവൃത്തികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇതിൽ വിളപരിപാലനം 28% വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക കയറ്റുമതി വെട്ടിക്കുറച്ച് ഉക്രൈൻ. മുൻമാസത്തേക്കാൾ 6.5% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഉക്രൈൻ 3.7 ദശലക്ഷം ടൺ കാർഷിക ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തത്. ഇത് മുൻ മാസത്തേക്കാൾ 6.5% കുറവാണ്. മുൻ വർഷത്തെ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ 25% കുറവുണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ, ചൈന, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ഉക്രൈന്റെ പ്രധാന കാർഷിക കയറ്റുമതി വിപണികൾ. വിളവെടുപ്പിനുണ്ടായ കാലതാമസവും സോയാബീൻ, റാപ്സീഡ് എന്നിവയുടെ കയറ്റുമതിയിൽ തീരുവയുമാണ് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിച്ചത്. സെപ്റ്റംബറിൽ എണ്ണക്കുരുക്കളുടെ കയറ്റുമതി 53% കുറഞ്ഞതായും വിദഗ്ധർ വ്യക്തമാക്കി. വൈകിയുള്ള വിളവെടുപ്പ് ഒക്ടോബറിൽ കാർഷിക കയറ്റുമതി ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ കാർഷിക കയറ്റുമതി മേഖല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ.